ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സലാല കിച്ചൺ. ഇന്നൊരു സാൻഡ് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടുന്നത് പ്ലെയിൻ യോഗട്ടാണ്. തൈര് 3/4 കപ്പ് തൈര് വേണം, പ്ലെയിൻ ആയിട്ടുള്ള പുളിയില്ലാത്ത തൈര്. പഞ്ചസാര 3/4 കപ്പ്, 3/4 കപ്പ് ഓയില്, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി വാനില എസൻസ് 1 ടീസ്പൂൺ, ഞാനിതിൽ വാനില ഷുഗറാണ് ചേർത്തേക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, 2 മുട്ട, 2 വലിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. മൈദ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ആക്കി എടുക്കണം. ബാറ്റർ ഇച്ചിരി നല്ല ടൈറ്റ് ബാറ്ററാണ്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടറോ ഓയിലോ തേച്ച് കൊടുത്താൽ മതി. ഞാനൊരു സ്പ്രിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇച്ചിരി മൈദപ്പൊടി തൂക്കി കൊടുക്കാം. ഇനി കേക്ക് ബാറ്റർ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓവനിലല്ലാതെ പാനിൽ വേണേലും ചെയ്തെടുക്കാം. ഇനി ഇത് ഓവനിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 20 തൊട്ട് 25 മിനിറ്റ് വരെ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുമ്പോഴേക്കും 1/4 കപ്പ് റവ ഒന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നിടം വരെ റവ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയിട്ടുണ്ട്. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും കണ്ടൻസ്ഡ് മിൽക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വച്ചേക്കുന്ന റവ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിങ്ങനെ ഒരു 15 മിനിറ്റ് വെച്ചിരിക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കുമായിട്ടൊന്ന് റവ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് 15 മിനിറ്റ് വെച്ചേക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സാൻഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഓവൻ്റെ ആവശ്യമില്ല. ഓവനില്ലാതെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.